അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കണ്ണൂരിലെ ഒരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞങ്ങളൊക്കെ കുഞ്ഞുനാളിലെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കണ്ണൂരിൽ മാത്രമല്ല കാസർഗോഡും ഉണ്ടെന്ന് തോന്നുന്നു, ചെറിയ ഡിഫറൻസിൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി രാത്രി കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഓവർനൈറ്റ് വെക്കാം, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടാലും മതി. നല്ലപോലെ കഴുകിയിട്ട് വേണം കുതിർത്തിയിടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ അരി ചേർത്ത് കൊടുക്കുവാണ്. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറാണ് നമ്മൾ ചേർക്കുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിൽ ചോറ് മാത്രമേ ചേർക്കുള്ളൂ, പക്ഷെ ചില സ്ഥലത്ത് ഇതിൽ തേങ്ങയും കൂടെ ചേർക്കാറുണ്ട്, തേങ്ങ പെരുംജീരകമൊക്കെ. പക്ഷെ ഞങ്ങൾ അതൊന്നും ചേർക്കാറില്ല, പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ചോറും അരിയും വെച്ചാണ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ദോശമാവിനേക്കാൾ ഇച്ചിരി കട്ടിയിലും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയും അല്ലാണ്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ നിൽക്കണം, കണ്ടോ ഇതുപോലെ. അപ്പോൾ ഒരുപാട് ലൂസായി പോവുകയും ചെയ്ത് ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ദോശമാവിൻ്റെ ഏകദേശ പരുവാണ്, അതിനേക്കാൾ ഒരു ഇച്ചിരി കട്ടി ഉണ്ടാവും. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിൽ കുക്കറിലും ചെയ്യാം. അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം, പക്ഷേ സവാള ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ കൽത്തപ്പം കഴിക്കുമ്പോൾ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കണം, ഇതൊന്ന് ചുമന്ന് വരുന്ന വരെ വഴറ്റി കൊടുക്കണം. ശരിക്കും ഞങ്ങളുടെ കണ്ണൂരിലൊക്കെ വെള്ള കൽത്തപ്പം ഉണ്ട്, അതുപോലെ തന്നെ ശർക്കര കൽത്തപ്പം ഉണ്ട്. അപ്പോൾ രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒന്ന് സ്നാക്കാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇനി നമുക്ക് നമ്മുടെ മാവിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാള ഇപ്പം നന്നായിട്ട് ഇവിടെ ചുമന്ന് വരുന്നുണ്ട്, കണ്ടോ. ഇത്രയും മതി, ഒരുപാട് അങ്ങ് കരിയേണ്ട ആവശ്യമില്ല. ഇതിനകത്തോട്ട് നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 35 തൊട്ട് 45 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കത്തി വെച്ച് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മീൻ മുളകട്ടേൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾ കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളിത് മേൽഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സാധാരണയായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മറച്ചിട്ട് വേവിക്കുന്നില്ല. ഞാനിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവരുണ്ടാവും എന്നെപ്പോലെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് പറയുന്നത്. ഇതൊരിക്കലും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, കറി കൂട്ടി തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാണ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനകത്തോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ കൽത്തപ്പ പീസും അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ മുളക് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. ശരിക്കും നല്ല ചിക്കൻ കറിയും തലേന്നത്തെ മുളകിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കരുത്, കാരണം അതിന് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ആ കൽത്തപ്പം ചുമ്മാ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിക്കുന്നതെങ്കിൽ ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക, അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈഡൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തൊന്ന് മുളകൊന്ന് അതിനകത്തോട്ട് പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ മുളകിൻ്റെ കുത്തലുണ്ടാവും. ഞാനിപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡൂടെ ഒന്ന് മൊരിച്ചെടുത്താൽ മതി.
ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ, നല്ല മൊരിഞ്ഞിരിക്കുകയാണ്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണ്ണൂരുള്ള വെള്ളക്കലത്തപ്പം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 2 രീതിയിലും ഉണ്ടാക്കി നോക്കുക. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതുപോലെ കറിയുടെ കൂടെയും കഴിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഫ്രൈ ചെയ്തിട്ടായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാവുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം കാണും, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.